നടപടിനിർമ്മാതാവുമായി സൗബിൻ ഷാഹിർ നികുതി ക്രമക്കേട് നടത്തിയ ആദായ നികുതി വകുപ്പ് ഇഡി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ആക്രി വ്യാപാരത്തിന് മറവിൽ GST തട്ടിപ്പ് നടത്തിയതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ആൾ പിടിയിൽ. 15,91,00,000 രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. യൂട്യൂബർ തൊപ്പിക്ക് കുരുക്ക് മുറുകുകയാണ്. മയക്കുമരുന്ന് കേസിന് പിന്നാലെ അന്വേഷണം ഹവാല ഇടപാടുകളിലേക്കും കടക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് ധർമ്മരാജൻ വഴി ഹവാല പണമായി എത്തിയത് 41 കോടി രൂപ എന്നാണ് റിപ്പോർട്ട്. BJPക്ക് വേണ്ടിയാണ് പണം എത്തിയത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇന്നും അവൻ അവിടെ ഒന്നും അവന് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മണി ലോണ്ടറിങ്, ബ്ലാക്ക് മണി, ഹവാല, നിനക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോടെ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് വരെ എനിക്കും ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയ സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് കാര്യമായി കേട്ട് മനസ്സിലാക്കിയതാണ്, അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ബ്ലാക്ക് മണി കണ്ടിട്ടുണ്ടോ? അന്നത്തെ നമ്മളുടെ ഒരു മൈൻഡ് വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആളായാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് അതിന്റെ അർത്ഥം അധ്യാപകൻ പറഞ്ഞു വന്ന സമയത്താണ് മനസ്സിലായത് ഇത് വൻ അപകടം പിടിച്ചൊരു സംഭവമാണ് എന്നുള്ളത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകളിൽ നിന്ന് നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഈ കള്ളപ്പണമൊക്കെ വിനിയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നമ്മളിൽ പല ആളുകളും വളരെയധികം ഇഷ്ടത്തോടെ കണ്ടതാണ്. അത് തമിഴ്നാട്ടിലൊക്കെ വൻ ഹിറ്റായിരുന്നു എന്നുള്ള വാർത്തകളും നമ്മൾ വളരെ ആവേശത്തോടെ കേട്ടതാണ്. ചിത്രം 250 കോടി കളക്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. പിന്നീട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നത് 250 കോടി കളക്ഷൻ റെക്കോർഡിന്റെ മറവിൽ കാര്യമായി തന്നെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരിക്കുന്നു, മണി ലോണ്ടറിങ് നടത്തിയിരിക്കുന്നു. ചിത്രത്തിന്റെ ബഡ്ജറ്റ് തന്നെ പെരുപ്പിച്ച് കാണിച്ചതാണ്, അത്ര ഒന്നും സിനിമയ്ക്ക് ആയിട്ടില്ല. അതേപോലെ തന്നെ നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമുണ്ട്, പരാതി നിലനിൽക്കുന്നുണ്ട്. പർവ ഫിലിംസിന്റെ ഓണറായിട്ടുള്ള സൗബിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് EDയും പോലീസും ഒക്കെ മാറി മാറി ചോദ്യം ചെയ്യുന്ന വാർത്തകളും നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കള്ളപ്പണം സിനിമാ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നത്, മറ്റു ചില മേഖലകളെയും കൂടെ ഉൾപ്പെടുത്തി വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും എന്നെക്കാളും ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല അറിവുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ വിലയേറിയ അറിവുകൾ, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. വീഡിയോയിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് മുൻപ് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കൊന്നും കണക്കിൽപ്പെടാത്ത ഒരു പണം പോലും ഒരിടത്തും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ വരുമാനവും വിനിയോഗവും ഒക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ അഭാവത്തിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ സാമ്പത്തിക സുരക്ഷ കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന് എപ്പോഴും വേണ്ടതാണ് ഒരു ടേം ഇൻഷുറൻസ് പരിരക്ഷ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ എല്ലാ ആളുകൾക്കും ജോലി ഉണ്ടാവില്ല, അതേപോലെ തന്നെ കുട്ടികളൊക്കെ പഠിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബ്രെഡ് വിന്നറിനെ മാത്രം ആശ്രയിച്ച് പോകുന്ന ഒരു കുടുംബത്തിൽ ആ ഒരു ബ്രെഡ് വിന്നറുടെ അഭാവം അല്ലെങ്കിൽ മരണമൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തകർച്ചയൊക്കെ സമ്മാനിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. 695 രൂപ മുതൽ ആരംഭിക്കുന്ന 2 കോടി വരെ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആദ്യ വർഷ പ്രീമിയത്തിൽ 10% വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ്. നിങ്ങൾ ഓൺലൈനായി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പേടിക്കേണ്ടതൊന്നുമില്ല. കാരണം ഓൺലൈനായി എടുത്താലും ഓഫ്ലൈനായി എടുത്താലും പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഒരു കമ്പനിയാണ്. ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടിനോടൊപ്പം തന്നെ നമുക്കൊരു 24/7 റിലേഷൻഷിപ്പ് മാനേജറും അവൈലബിൾ ആണ്. 59ലധികം ക്രിട്ടിക്കൽ ഇൽനസുകളെ കവർ ചെയ്യുന്ന 80 വയസ്സ് വരെ കവറേജ് നൽകുന്ന 51ലധികം കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായവ എടുക്കുവാൻ വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ മണി ലോണ്ടറിങ്, ഹവാല, ബ്ലാക്ക് മണി എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഒന്നും ചുറ്റുപാടുകളിൽ ഇത് നടക്കുന്നില്ല, ഇത് അതിസമ്പന്നരുടെ ഒരു യൂണിവേഴ്സിലെ സംഗതിയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കാര്യമായി തന്നെ ഇത് നടക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ പിടിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആക്രിക്കടക്കാർ, സ്ക്രാപ്പിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, വലിയ കാര്യമായിട്ട് മണി ലോണ്ടറിങ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളുടെയൊക്കെ എല്ലാ മുക്കിനും മൂലയിലും ആക്രി കടകളുണ്ട്. ഈ എല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല എന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി തന്നെ, മണി ലോണ്ടറിങ്ങിന് വേണ്ടി തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആക്രിക്കട തുടങ്ങി, നമ്മളുടെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് മണി ഉണ്ട്. രാവിലെ അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ എടുത്ത് 10 പേർക്കായിട്ട് ഞാൻ വീതിച്ച് കൊടുത്ത് വിടുകയാണ്. ഈ 10 ആളുകൾ നിങ്ങളുടെയൊക്കെ ഇടയിലേക്ക് വരികയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ്.
നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളുടെ വില കൃത്യമായിട്ട് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ആക്കിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാവോ ഇരുമ്പിന് എത്ര, പ്ലാസ്റ്റിക്കിന് എത്ര, പേപ്പറിന് എത്ര എന്നുള്ളത്? ഇനിയിപ്പോൾ നമുക്കറിയാമെങ്കിൽ കൂടെ ഇവർ പറയും ആ ഒരു പ്ലാസ്റ്റിക്കിന് ആ വിലയില്ല, ഈ ഒരു ഇരുമ്പിന് ഈ വിലയില്ല. എന്തൊക്കെയാണെങ്കിലും വലിയ ലാഭത്തിൽ ഇവരെല്ലാം കൂടെ വാരി പറക്കിക്കൊണ്ട് പോകും. നമുക്കത് വലിയ ലാഭമാണ്, കാരണം നമ്മളിത് ഒഴിവാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. നമ്മൾ വണ്ടി വിളിച്ച് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമായതുകൊണ്ട് വീട്ടിലിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ഒരു സാധനങ്ങളുമായിട്ട് അവർ തിരിച്ച് ആക്രി കടയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ടോട്ടല് ഇവർ ചിലപ്പോൾ 20,000 രൂപയിൽ നിന്ന് ചിലവാക്കിയത് 10,000 ആയിരിക്കാം. എന്നാലും അത് അവരുടെ ഒരു ലാഭം എന്നുള്ള രീതിയിൽ കടക്കാരൻ വിചാരിക്കുകയാണ് 2 ലക്ഷം രൂപ രാവിലെ ചിലവാക്കിയിരിക്കുന്നു. പക്ഷേ കടക്കാരൻ അവിടെ എഴുതുന്നത്, അല്ലെങ്കിൽ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആക്രി കച്ചവടക്കാരൻ എഴുതുന്നത്, ഞാൻ 4 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി, 2 മുടക്കിയിട്ടുള്ളൂ, 4 പർച്ചേസ് നടത്തി. അവിടെ 2 ലക്ഷം ഈസി ആയിട്ട് അങ്ങ് ലോണ്ടർ ചെയ്തു, വൈറ്റ് ആക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓഫീസിലേ എടുക്കും, കിട്ടിയാ കിട്ടി സാധനം, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ നേരം പോലെ. ഗോഡൌണിൽ സാധനം എത്തിക്കഴിഞ്ഞാൽ ആക്രി കച്ചവടത്തിന്റെ ഭാവം മാറും. ചെറിയ കളിയല്ല, കോടികൾ കിളിക്കുന്ന വമ്പൻ ബിസിനസ്. അവിടെ കടത്തും കള്ളക്കടത്തും. ഈ കള്ളക്കടത്ത് തടയാൻ ഒരുമ്പിട്ടിറങ്ങിയ GST വകുപ്പിന്റെ പ്രത്യേക എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കേരളത്തിൽ കണ്ടെത്തിയത് 1000 വ്യാജ രജിസ്ട്രേഷനുകൾ. വ്യാജനാണെന്ന് കണ്ടെത്തി നമ്മൾ പിടിക്കുന്ന വാഹനങ്ങളിൽ നിന്നും സെക്ഷൻ 130 പ്രകാരം, അതായത് എത്രയാണോ ബിൽ എമൗണ്ട്, ആ ബിൽ എമൗണ്ട് ഫൈനായിട്ടും പെനാൽറ്റി ആയിട്ടും വീതിച്ചിട്ട് ആ എമൗണ്ട് നമ്മൾ അടപ്പിച്ചതിന് ശേഷം വണ്ടി സാധനം വിട്ടുകൊടുക്കും. കൂടാതെ ആ രജിസ്ട്രേഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ഇവൻ അനധികൃതമായി എടുത്ത ITC നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ദക്ഷിണ മേഖലയിൽ നിന്ന് മാത്രം കള്ളക്കടത്ത് നടത്തിയ ലോറികളിൽ നിന്ന് 75 ലക്ഷം രൂപ പിഴ ഈടാക്കി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ ആക്രി കള്ളക്കടത്ത് നടത്തിയ 9 ലോറികളാണ് പിടിച്ചത്. ഒരു ലോറിക്ക് തന്നെ കുറഞ്ഞത് 7 ലക്ഷം രൂപ വരെയാണ് പിഴയിട്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്രി കടകളുടെ ഒരു രീതികൾ അറിയാം. പല ആക്രി കടകളും ടൗണുകളിൽ 5-10 സെന്റിലൊക്കെ വിശാലമായിട്ട് കിടക്കുന്ന ആക്രി കടകളാണ്. എന്നാൽ സാധനങ്ങൾ വഴി വരെ ഉണ്ടാവും. നമ്മളുടെയൊക്കെ കാല് തട്ടി കിടക്കുന്ന രീതിയിലാണ് ആക്രി കടകൾ. പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്, ഇതൊക്കെ കുറച്ചും കൂടെ ഒതുക്കി എങ്ങോട്ടെങ്കിലും വെച്ചുകൂടെ? കാരണം ഫുട്പാത്തിലൊക്കെ ഇങ്ങനെ ആക്രി കിടക്കുകയാണ്. പലപ്പോഴും ഈ ഒരു സാധനങ്ങളൊന്നും അവിടെ നിന്ന് കയറി പോകുന്നത് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. വളരെ വിരളമായിട്ട് ഒരു ലോറി വന്ന് ചില സാധനങ്ങൾ, പേപ്പർ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ ഒരു ലോറി വന്ന് ചില സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അടുത്തൊരു കണക്ക് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ 4 ലക്ഷം രൂപയുടെ ആക്രി ആളുകളിൽ നിന്ന് എടുത്തു എന്നുള്ളതാണല്ലോ കണക്ക്. അപ്പോൾ കാര്യമായിട്ട് തന്നെയുള്ള വൈറ്റനിങ് അവിടെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വിൽക്കുന്നത് എത്രയ്ക്കായിരിക്കും? വിൽക്കുന്നത് നമ്മൾ 8 ലക്ഷം രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു കണക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് സപ്ലയേഴ്സായിട്ടും അതേപോലെ തന്നെ ഈ സെല്ലേഴ്സായിട്ടും ഒക്കെ ഉള്ള ഒരു കണക്ഷൻ്റെ പുറത്തൊക്കെ കാര്യമായിട്ട് തന്നെ വലിയ തിരിമറി നടക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ഈ ആക്രി സാധനങ്ങൾ, ഇന്ന സാധനങ്ങൾ ഏത് റേറ്റിനാണ് വിൽക്കുന്നത് വാങ്ങുന്നത് എന്നൊന്നും. ഇതെല്ലാം എഴുതി വെക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യമായി തന്നെ പണം അവിടെ വെളുപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ ആക്രി കടകൾ ഇങ്ങനെയാണ് എന്നുള്ളതല്ല കേട്ടോ പറയുന്നത്. കൊല്ലം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലെ 25 ഹവാല ഇടപാട് കേന്ദ്രങ്ങളിലാണ് EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. കോവിഡ് കാലയളവിന് ശേഷമുള്ള 3 വർഷങ്ങളിൽ മാത്രം 10,000 കോടിയിലധികം രൂപയുടെ ഹവാല ഇടപാട് ഈ ജില്ലകളിൽ നിന്ന് മാത്രം നടന്നതായാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഷോപ്പുകൾ, ഗിഫ്റ്റ് ഹൌസുകൾ, തുണിക്കടകൾ, ട്രാവൽ ഏജൻസികൾ, ജുവലറികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ഹവാല ഇടപാടുകൾ നടന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ റെയ്ഡിൽ ഇതുവരെ 10 കോടിയോളം രൂപ ED ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹവാല ഇടപാടുകാരുടെ 100-ലധികം മൊബൈൽ ഫോണുകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കൊച്ചിയിലെ ഷോപ്പിംഗ് കേന്ദ്രമായ പെന്റാമേനയിൽ നിന്ന് മാത്രം പ്രതിദിനം 50 കോടിയുടെ ഹവാല ഇടപാട് നടന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആളുകളുടെ കയ്യിൽ കള്ളപ്പണം വരുന്നത്? സ്ഥല കച്ചവടം പോലെയുള്ള കാര്യങ്ങളിൽ ഒരു കാലത്ത് ഇഷ്ടം പോലെ കള്ളപ്പണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവൊക്കെ വന്നിട്ടുണ്ട്. ഡ്രഗ് വിൽപ്പന, അതേപോലെ തന്നെ അതിന്റെ ഡീലിംഗുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ കാര്യമായി തന്നെ കള്ളപ്പണം വരാറുണ്ട്. നിങ്ങൾക്കറിയാം രാസലഹരിയുടെയൊക്കെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പിടിക്കുമ്പോൾ 50,000-ന്റെ 1 ലക്ഷത്തിന്റെയും 1 കോടിയുടെ ഒക്കെ കണക്ക് പറയാറുണ്ട്. പക്ഷേ ഇതിന്റെ മാനുഫാക്ചേഴ്സ് ഒക്കെ എത്ര കോടി രൂപയുടെ മാനുഫാക്ചറിങ് ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ അത്രയധികം കള്ളപ്പണം ആ ഒരു മേഖലയിലുണ്ട്. അതേപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഡീലിങ്സിൽ നിന്നിട്ട് വാങ്ങുന്ന പണമുണ്ട്, മീഡിയേറ്റേഴ്സ് കൈക്കലാക്കുന്ന പണമുണ്ട്, അതേപോലെ തന്നെ കൈക്കൂലി പണം കാര്യമായി തന്നെ ഉണ്ട്, കൈക്കൂലി കൊടുക്കുന്ന പണമുണ്ട്. ഇങ്ങനെ ധാരാളം കള്ളപ്പണ സോഴ്സുകളാണ്. അതേപോലെ ടാക്സ് വെട്ടിക്കുന്ന പണമുണ്ട്. കച്ചവടം നടത്തുന്ന സമയത്ത് 28% GST കൊടുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴികൾ നോക്കും. അതിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറേയധികം പണമുണ്ട്. അതിൽ നിന്ന് 28% കൊടുക്കാതെ ഒരു 8% സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി 20 കൈക്കലാക്കി കഴിഞ്ഞാലും വെളുപ്പിച്ച് കഴിഞ്ഞാലും എന്ത് ലാഭമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇങ്ങനെ ധാരാളം കള്ളപ്പണ സോഴ്സുകൾ നമുക്കിവിടെ ഉണ്ട്. പ്രധാനമായിട്ടും ക്യാഷ് ഡീലിങ്സിലാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒത്തിരി ഡിജിറ്റൽ ആക്കിയതുകൊണ്ട് നമുക്ക് കള്ളപ്പണത്തെ ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ട്രേഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണങ്ങൾ പണ്ടൊക്കെ ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് ബില്ലില്ലാതെ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കടക്കാരും കൊടുക്കാറില്ല, ആളുകൾ അങ്ങനെ ബില്ലില്ലാതെ വാങ്ങാറുമില്ല. എല്ലാവരും ടാക്സ് അടച്ച് വാങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ടാക്സ് അടച്ച് ഹോൾസെയിലായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ടാക്സോടെ തന്നെ സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അതേപോലെ കള്ളനോട്ട് വഴി നടക്കുന്ന ട്രാൻസാക്ഷന്റെ ഭാഗമായി കള്ളനോട്ട് അടിക്കുന്ന
അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മെയിനായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് വരുന്നത് യഥാർത്ഥ പണമാണ്, അതും കണക്കിൽ കാണിക്കാൻ പറ്റാത്ത പണമാണ്. ഇങ്ങനെ ധാരാളം കള്ളപ്പണം ആളുകളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പല സോഴ്സുകളാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സോഴ്സുകളാണ്. ഈ ഒരു കള്ളപ്പണം പല മേഖലകളിൽ കൂടെയാണ് വൈറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ സ്ക്രാപ്പ് ഒരു എക്സാമ്പിളാണ്. പിന്നീടാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്ന സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളിൽ നിന്നിട്ട് പണം സ്വരൂപിച്ചിട്ടാണ് അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. 30 കോടി ബഡ്ജറ്റ് ഉള്ള പടമാണ് എന്ന് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നു. പക്ഷേ ആ ഒരു സിനിമയ്ക്ക് 10 കോടിയോ 15 കോടിയോ കണ്ട് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഈ 30 കോടി എന്നുള്ള ഒരു ബഡ്ജറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പല ആളുകൾ വരികയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള പണമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പലപ്പോഴും സിനിമാ മേഖലയിലുള്ള കള്ളപ്പണക്കാർ അവരുടെ തന്നെ പണമാണ് പല ആളുകൾ വഴി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഇത് കള്ളപ്പണമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിക്ഷേപിച്ചത് എൻ്റെ പണമാണ്, കൂടുതൽ ലാഭം വേണമെന്നൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്താണ് ഇത് ഒരു കേസായിട്ടൊക്കെ പല സാഹചര്യത്തിലും മാറുന്നത്. ഇനി എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത്? കാര്യമായി തന്നെ വിദേശത്ത് നിന്ന് പണം വരാറുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മലയാള സിനിമയിലേക്ക് വരാറുണ്ട്. ഗൾഫിലേക്ക് എങ്ങനെയാണ് ഈ പൈസ എത്തുന്നത്? കുഴൽപ്പണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? എനിക്കൊരു കാലത്ത് വലിയ ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. പിന്നീട് ഗൾഫിലൊക്കെ പോയ സമയത്താണ് ഏകദേശം ഒരു ധാരണ കിട്ടിയത്. ഇപ്പോഴും വടക്കോട്ടുള്ള ചില ആളുകൾ കുഴൽപ്പണത്തെയാണ് നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. വളരെ കൺവീനിയൻ്റ് ആണ്. അവിടെ നിങ്ങൾ പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ പൈസ തരും. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജസ് ഒന്നുമില്ല. ഈ വെസ്റ്റേൺ യൂണിയൻ പോലെയുള്ള മീഡിയം വഴി പൈസ അയക്കുന്ന സമയത്ത്, ബാങ്ക് വഴി പൈസ അയക്കുന്ന സമയത്തുള്ള ഒരു നൂലാമാലകളും ഇല്ല. നിങ്ങൾ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഒരാളുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൈസ വീട്ടിൽ വരും. അതേപോലെ തന്നെ അവിടെ ഒരു മാസം നിങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല, 2 ദിവസം ഡിലേ ആവും എന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധമായി കഴിഞ്ഞാൽ ഇവിടെ പൈസ വരും. മലപ്പുറം മേലാറ്റൂരിൽ 80 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കോഴിക്കോട് കക്കോടി കരുവട്ടൂർ സ്വദേശി മുഹമ്മദ് ഷജിലാണ് പിടിയിലായത്. മേലാറ്റൂർ റെയിൽവേ ക്രോസിന് സമീപം പോലീസിന്റെ വാഹന പരിശോധനയിലാണ് കണ്ടെത്തിയത്. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചാണ് പണം കടത്തിയത്. കഴിഞ്ഞ 3 മാസത്തിടെ 35 കേസുകളിലായി 24 കോടിയുടെ കുഴൽപ്പണമാണ് മലപ്പുറം ജില്ലയിൽ പിടികൂടിയത്. ഇങ്ങനെയാണ് ഗൾഫിൽ പൈസ എത്തുന്നത്. എങ്ങനെ? നാട്ടിൽ ഒരാളുടെ ഇരിക്കുന്ന കള്ളപ്പണം ഒരാളുടെ വീട്ടിൽ കൊണ്ടേ കൊടുത്തു. അപ്പോൾ മറ്റൊരാൾ ഗൾഫിൽ നിന്ന് അയാളുടെ ശമ്പളം അവിടെ കൊടുത്തു. അപ്പോൾ അയാളുടെ പൈസ ഇവിടെ നിന്ന് ഈസി ആയിട്ട് ഗൾഫിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു പൈസ അവിടെയുള്ള ഷെൽ കമ്പനികളിൽ അവർ നിക്ഷേപിക്കും. ആ ഒരു കമ്പനികളാണ് നാട്ടിലെ സിനിമയ്ക്ക് വേണ്ടി പലപ്പോഴും ഫണ്ട് ഇടുന്നത്. അപ്പോൾ അയാളുടെ പൈസ തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ സിനിമ ഹിറ്റായാലും ഇല്ലെങ്കിലും ഒരു കണക്കുണ്ടാക്കി ഈ പൈസ തിരിച്ച് ലീഗലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും. ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. ഇതുപോലെ ഷെൽ കമ്പനികളിലേക്കോ ആളുകളിലേക്കോ ഒക്കെ ആളുകൾ ഇങ്ങനെ നാട്ടിൽ നിന്നിട്ട് കുഴൽപ്പണം വഴി പൈസ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറേയധികം കൺട്രോളൊക്കെ വന്നിട്ടുണ്ട്, പിടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ തൊഴിൽ മേഖലയായിരുന്നു ഒരു കാലം വരേക്ക്. ഇപ്പോഴെങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു പണം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന സംഘങ്ങൾ, സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുന്ന സംഘങ്ങൾ, ഇവർക്കിടയിലുള്ള പക വീടലുകൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ. കാരണം ഈ പൈസക്കൊന്നും കണക്കില്ല. അവിടെയുള്ള കുഴൽപ്പണ ഡീലർ ഇവിടെയുള്ള ആളുകളിലേക്ക് ഡെയിലി കൊണ്ടുവന്ന് എത്തിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു പൈസ കള്ളപ്പണമാണ്. ഒരു വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റോറേജിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഈ പൈസയ്ക്ക് യാതൊരു കണക്കുമില്ല. ഈ പൈസ ഒരാൾ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയാലും ഇവർക്ക് പരാതിപ്പെടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് തട്ടുന്ന സംഘങ്ങളും കാര്യമായി തന്നെ ഉണ്ട്. തട്ടുന്ന സംഘങ്ങളിൽ കിട്ടുന്നത് സോഴ്സുള്ള പണമാണോ? അല്ല, അതും കള്ളപ്പണം തന്നെ. അവരും ഇതുപോലെ പല രീതിയിൽ ഇത് വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. വലിയ ബഡ്ജറ്റ് ഇട്ടു, ആളുകൾ അതിലേക്ക് പൈസ ഇട്ടു. ആ ഒരു പൈസ ഇനി വീണ്ടും ഇതിന്റെ മെയിൻ സംഘാടകരിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെയാണ് വീണ്ടും ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ വരുന്നത്. അവർ ഈ ഒരു സിനിമയിലെ പല ജോലികൾ ഏറ്റെടുത്തു എന്നുള്ള ഒരു രീതിയിൽ ഇവരുടെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് എമൗണ്ട് വാങ്ങും. ഇവർ ചിലപ്പോൾ ഈ ഒരു തൊഴിൽ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പലയിടത്തേക്കായിട്ട് ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. പല കമ്പനികളുടെ വരുമാനമായിട്ട് അത് കരുതപ്പെടുന്നു. കമ്പനികളുടെ വരുമാനമാകുന്ന സമയത്ത് അതെല്ലാം പേപ്പർ കമ്പനികളാണെങ്കിൽ പോലും അതിൻ്റെ ഓണേഴ്സിന് അത് വളരെ കറക്റ്റായിട്ടുള്ള കണക്കിൽപ്പെട്ട ഒരു പൈസയായിട്ട് തിരിച്ചു കിട്ടുന്നു. പിന്നീടുള്ളത് ബോക്സ് ഓഫീസ് മാനിപ്പുലേഷൻ ആണ്. 100 കോടി കള്ളപ്പണം ഉള്ള ഒരു വ്യക്തി 10 കോടിയോ 20 കോടിയോ മുടക്കി ഒരു സിനിമ പിടിക്കുകയാണ്. അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, ആക്ടർ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൺട്രോളർ എടുക്കുന്നുണ്ടോ എന്നൊന്നും അവർ നോക്കുന്നില്ല. അവർ ബാക്കിയുള്ള തുകയും കൂടെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വൻ സ്വീകരണമായിരുന്നു സിനിമയ്ക്ക്. എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ആളുകൾ പറയും. ആരും പോവാത്ത അല്ലെങ്കിൽ അത്രയധികം മികച്ച തിയേറ്ററൊന്നും അല്ലാത്ത സ്ഥലങ്ങളിലെ അക്കൗണ്ട്സിലൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ മാനിപ്പുലേഷൻ നടത്തും. ഹൗസ്ഫുൾ ആയിരുന്നു ഷോ, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിലുള്ള പൈസ തന്നെ ഇവർക്ക് കിട്ടിയതാണ് എന്നുള്ള രീതിയിലേക്ക് അക്കൗണ്ട് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് കളക്ഷൻ റെക്കോർഡ് വഴി മണി ലോണ്ടറിങ് നടത്തുന്നത് എന്നുള്ളതാണ്
വാർത്തകളിൽ നിന്ന് അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളുമൊക്കെ ഒത്തിരി ഇരട്ടിയാണ് ഈ കള്ളപ്പണത്തിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. 2019 തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖ ആക്ടറും പ്രൊഡ്യൂസറുമായിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് 300 കോടിയാണ് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള എമൗണ്ട് പിടിച്ചെടുത്തത്. 300 കോടി. അപ്പോഴാണ് നമ്മളിവിടെ 250 കോടിയുടെയും 10 കോടിയുടെയൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാലം വരെയൊക്കെ ധാരാളമായിട്ട് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഈ കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്ന സമയത്ത് അതിൽ കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. നേരത്തെ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ പോലും ഇടപെട്ടിരുന്നത് റിയൽ എസ്റ്റേറ്റ് വഴിയാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ്, ഫ്ലാറ്റ്, വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുക, ഈ യൂസ്ഡ് കാർ മേഖലയിൽ കാര്യമായി തന്നെ കള്ളപ്പണം ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ലക്ഷറി കാറുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. യൂസ്ഡ് കാർ മേഖലയിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ നിക്ഷേപിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുറേ കാലം വണ്ടി അവിടെ കിടന്നോളും, പതുക്കെ ഈ ഫണ്ട് തിരികെ വന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരു 3 കോടി രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു 3 കോടി രൂപയുണ്ട്, കള്ളപ്പണമാണ്, നിങ്ങൾക്കത് വെളുപ്പിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ യൂസ്ഡ് കാർ പരിപാടികളൊക്കെയാണ്. പല ആളുകളും ക്യാഷായിട്ട് സ്വീകരിക്കും. നിങ്ങളൊരു 10-100 വണ്ടി ക്യാഷ് കൊടുത്ത് വാങ്ങിയാലും ആളുകൾ റെഡി ആയിരിക്കും. അവർക്കതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും. നിങ്ങൾ 10 ലക്ഷം രൂപയുടെ അല്ല 5 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് അത് അക്കൗണ്ടിൽ കൊടുത്തില്ല, നിങ്ങൾ റെഡി പൈസയാണ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും പല ആളുകൾ സമ്മതിക്കും. അത് നിങ്ങളുടെ ഈ ആടിൽ കൊണ്ടുപോയിട്ട് പതുക്കെ അത് സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു കണക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയധികം നിങ്ങൾക്ക് ഈ ഒരു പണം വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂസ്ഡ് കാർ വിൽപ്പന മേഖലയിലും കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല മേഖലകളിലാണ് ഈ കള്ളപ്പണത്തിന്റെ വിനിയോഗം കിടക്കുന്നത്. സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ക്രമക്കേടെന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ അതിലൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലൊരു പരിധി വരെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ക്യാഷ് ട്രാൻസാക്ഷൻസ് കാര്യമായി തന്നെ മേഖലയിലുണ്ട്. അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ കാര്യമായി തന്നെ പണിയെടുക്കുന്ന മേഖലയാണ്. അസംഘടിതരായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ കാര്യമായിട്ട് തന്നെ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. അവിടെയൊക്കെ ഈ ഒരു ട്രാൻസാക്ഷൻസ് നടക്കും. പണം കാര്യമായിട്ട് തന്നെ വിതരണം ചെയ്യപ്പെടും. ബ്ലാക്ക് മണിയെ കുറിച്ചിട്ടും മണി ലോണ്ടറിങ്ങിനെ കുറിച്ചിട്ടും ഹവാലയെ കുറിച്ചിട്ടും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ടൈം ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട. ടൈം ഇൻഷുറൻസ് ഓൺലൈനായി എടുക്കുന്ന സമയത്ത് 10% വരെ ഡിസ്കൗണ്ട് ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ ടൈം ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നതാണ്. 24/7 ക്ലെയിം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ടൈം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ATCയുടെ അടിസ്ഥാനത്തിൽ 1.5 ലക്ഷം വരെയൊക്കെ ടാക്സ് ബെനിഫിറ്റ് ലഭ്യമാണ്. 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് കമ്പയർ ചെയ്തെടുക്കുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അറിവുകൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.